നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചതായി DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്. ചിലർ ജനപിന്തുണ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അതിനായി സോഷ്യൽ മീഡിയ വഴിയും ചാനലുകൾ വഴിയും സ്ഥാനാർത്ഥിയാകാനുള്ള താൽപര്യം പ്രകടിപ്പിക്കുന്നതായും രാജേന്ദ്ര പ്രസാദ്. തിരുമുക്ക് മുതൽ ഷീമാട്ടെ ജംഗ്ഷൻ വരെ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യം. ചാത്തന്നൂരിൽ പ്രതിഷേധ സംഗമം. സംയുക്ത സമരസമിതിയുടെ സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചായിരുന്നു പ്രതിഷേധ സംഗമം. MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി രാഹുലാണ് അറസ്റ്റിലായത്. 10.246 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഉയരങ്ങളിലേക്ക് കുതിച്ച് സ്വർണം. സർവകാല റെക്കോർഡിലേക്ക് പൊന്നുവില പവന് 1240 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 13,030 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചതായി DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്. സോഷ്യൽ മീഡിയ വഴിയും ചാനലുകൾ വഴിയും സ്ഥാനാർത്ഥിയാകാനുള്ള താൽപര്യം ചിലർ കാണിക്കാൻ കാരണം ജനപിന്തുണയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. AICCയും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചയും ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും ആരംഭിച്ചതായി DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. മറ്റു പാർട്ടികളിലും നടക്കുന്നത് പോലെയുള്ള ചർച്ചകൾ കോൺഗ്രസിലും നടക്കുന്നുണ്ട്. ചെറുപ്പക്കാർക്കും വനിതകൾക്കും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പ്രാതിനിധ്യമുണ്ടാകുമെന്നും രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. AICC നേതൃത്വവും KPCC നേതൃത്വവും ഒക്കെ ആ കാര്യത്തിലെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഈ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾക്കും താല്പര്യമുള്ള DD സതീശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. 50% വനിതകൾക്കും ചെറുപ്പക്കാർക്കുമാക്കി മാറ്റിവെക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ പറഞ്ഞു. തീർച്ചയായും പ്രാതിനിധ്യം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ചർച്ചകൾ കഴിഞ്ഞാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് ലഭിക്കും. ആ രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുമെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. ഉഭയകക്ഷി ചർച്ചകളും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകളൊക്കെ സംസ്ഥാന നേതൃത്വം ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 13-ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ലോക്ഭവന് മുന്നിൽ നടത്തുന്ന സമരത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 5000 പേർ പങ്കെടുക്കുമെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്. 30-ന് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അറിയിച്ചു. ജനുവരി 13-ന് രാവിലെ 10 മുതൽ ലോക്ഭവന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 5000 തൊഴിലുറപ്പ് തൊഴിലാളികളും നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് അറിയിച്ചു. മോദി സർക്കാർ പുതുതായി അവതരിപ്പിച്ച VBG റാംജി ആക്ട് തൊഴിലുറപ്പ് നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പൂർണ്ണമായും വ്യതിചലിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 6 കോടി കുടുംബങ്ങൾക്ക് ഈ തൊഴിൽ നിയമം വഴി തൊഴിലും വരുമാനവും ആദ്യഘട്ടത്തിൽ നൽകി. 6 കോടി കുടുംബങ്ങൾ. മറ്റൊരു പ്രത്യേകത, ഇതിലെ 60% ദളിതരെ, ആദിവാസികളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾ അവർക്കാണ് കിട്ടിയത്. നമുക്കറിയാം, കേരളത്തിന്റെ സാഹചര്യത്തിലും വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യമായ പണം സ്ത്രീകളുടെ കയ്യിലെത്തുന്നു എന്നുള്ള വളരെ പോസിറ്റീവായ ഒരു ആസ്പെക്ട് ഈ പ്രോജക്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ അനുഭവിച്ചത്. അത് ഇപ്പോൾ തകിടം മറിച്ചിരിക്കുന്നു മോഡി ഗവൺമെന്റ്. പാർലമെന്റിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനവും എടുക്കാനുള്ള ഒരു നിലപാടിലാണ് മോഡിയുടെ ഗവൺമെന്റ്. ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കാമല്ലോ. അങ്ങനെയാണ് പുതിയ നിയമം പേരവർ കൊടുത്തിട്ടുണ്ട്. VBG റാംജി ആക്ട് തൊഴിലുറപ്പ് നിയമത്തിന്റെ എല്ലാ അടിസ്ഥാന വ്യവസ്ഥകളെയും അട്ടിമറിച്ചിരിക്കും. വേതനത്തിന്റെ 90% കേന്ദ്രം നൽകുമെന്നുണ്ടായിരുന്ന വ്യവസ്ഥ വെട്ടിക്കുറച്ചിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ പണം കണ്ടെത്തണം. തൊഴിൽ ലഭിക്കുന്നതിൽ നിയമപരമായി ഉറപ്പ് ഇല്ലാതാക്കുന്നു. എല്ലാത്തരം തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. ഗ്രാമസഭകളെയും പഞ്ചായത്തുകളെയും ദുർബലപ്പെടുത്തുന്നു. ജനുവരി 30-ന് പഞ്ചായത്ത് തലത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും സ്ഥിരം മുഖങ്ങളാണ്, അവർ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കാളികളാക്കി അവരെ സമരത്തിൽ പങ്കെടുപ്പിക്കുക, അവരെ ബോധവൽക്കരിക്കുക.
അപ്പോൾ അതിൽ ഒട്ടനവധി പരിപാടികൾ ACC ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ തലത്തിലുമുള്ള പരിപാടി. ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. അന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമര പരിപാടികൾ, ധർണകൾ, യോഗങ്ങൾ എല്ലാം നടത്തുവാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. DCC ഭാരവാഹികളായ S. വിപിനചന്ദ്രൻ, N. ഉണ്ണികൃഷ്ണൻ എന്നിവരും DCC പ്രസിഡന്റിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ സഹകരണ സംരക്ഷണ യാത്രയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി. സഹകരണ മേഖലയെയും ജീവനക്കാരെയും ദ്രോഹിക്കുന്ന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. നിർദ്ദേശങ്ങളുമെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടും ഇന്നത്തെ വഴിയോരങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണങ്ങളും വരവേൽപ്പുകളും ഏറ്റുവാങ്ങിക്കൊണ്ടും ഐതിഹാസികമായ സഹകരണ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ നയിക്കുന്ന സഹകരണ സംരക്ഷണ യാത്രയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകിയത്. CR മഹേഷ് MLA സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനങ്ങളെയും അതിലെ ജീവനക്കാരെയും ദ്രോഹിക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. കോവിഡിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ശരി, അല്ലാത്തപ്പോഴാണെങ്കിലും ശരി, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പണമിടപാട് നടത്തുന്ന ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തെ ജനകീയമാക്കുവാൻ, സഹകരണ മേഖലയെ ജനകീയമാക്കുവാൻ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും ഇടപാടുകളിലെ സത്യസന്ധത കൊണ്ടും ജനവിശ്വാസം നേടിയെടുക്കേണ്ടുന്ന ഈ ജീവനക്കാരാണ്. അപ്പോൾ ഈ മേഖലയെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ജീവനക്കാരാണ്. ആ ജീവനക്കാരെയും മാനസികമായി പീഡിപ്പിക്കുന്ന, അവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ റദ്ദ് ചെയ്യുന്ന, ഭീഷണിപ്പെടുത്തുന്ന ആ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരായിട്ടാണ് ഈ ജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു വലിയ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമ്മേളനവും പ്രതിഷേധവും നടക്കുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാരെല്ലാം ഈ ജാഥയുടെ സമാപനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. താലൂക്ക് പ്രസിഡന്റ് J. ഗുരുപ്രസാദ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊടിയൂർ രാമചന്ദ്രൻ, യൂസഫ് കുഞ്ഞ്, അമ്പാട്ട് അശോകൻ, സുരേഷ് കുമാർ, പുതുക്കാട്ട് ശ്രീകുമാർ, മോഹൻ ബാബു, V. ഓമനക്കുട്ടൻ, V. ഗിരീഷ് കുമാർ, സനൽ, അഭിലാഷ് രാജ് എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയൻ പ്രതിഭാസംഗമം നടത്തി. എൻഡോമെന്റ് വിതരണം, ആദരവ്, സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടത്തി. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഭാസംഗമം നടത്തിയത്. ഭരണിക്കാവ് തറവാട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമം യൂണിയൻ പ്രസിഡന്റ് VRK ബാബു ഉദ്ഘാടനം ചെയ്തു. NSS കോളേജ് സെക്രട്ടറി ഡോക്ടർ സുജാത S. മുഖ്യപ്രഭാഷണം നടത്തി. അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും നിർവഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് തോട്ടുവ മുരളി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് N. സോമൻപിള്ള ഭാരതകേസരി യൂണിയൻ സ്കോളർഷിപ്പ് വിതരണവും, താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് SS. ഗീതാഭായി ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് സ്കോളർഷിപ്പ് വിതരണവും, യൂണിയൻ ഭരണസമിതി അംഗം C. കൃഷ്ണൻകുട്ടി SLC മെറിറ്റ് സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. യൂണിയൻ ഭരണസമിതി അംഗം K. രാജൻപിള്ള കരയോഗ നിർമ്മാണ ഗ്രാന്റ് വിതരണം നടത്തി. യൂണിയൻ ഭരണസമിതി അംഗം RP. ശൈലജ വിവാഹ ധനസഹായവും, R. കലാധരൻപിള്ള ചികിത്സാ ധനസഹായവും, ഉദയൻ വിഷുക്കണി വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. പ്രീത L. K. ഷിജു, അഖില M. അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തൊടാനാകാത്ത ഉയരങ്ങളിലേക്ക് കുതിച്ച് സ്വർണം. പൊന്നു കുതിച്ചത് സർവകാല റെക്കോർഡിലേക്ക്. ഒരു പവന് 1240 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവന്റെ വില 1,04,240 രൂപയായി ഉയർന്നു. നിലവിൽ 13,030 രൂപയാണ് ഒരു ഗ്രാമിന് വില.
ഞായറാഴ്ച ദിവസത്തെ ആലസ്യത്തിൽ നിന്നുണർന്ന് പൊന്നു കുതിച്ചത് സർവകാല റെക്കോർഡിലേക്ക്. ഒരു പവന് 1240 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവന്റെ വില 1,04,240 രൂപയായി ഉയർന്നു. കഴിഞ്ഞ ദിവസം 1,03,000 രൂപയായിരുന്നു സ്വർണ്ണവില. 1 ഗ്രാം സ്വർണത്തിന്റെ വില 12,875 രൂപയായിരുന്നു ഇന്നലെ. ഇന്നതിൽ 155 രൂപയുടെ വർധനവുണ്ടായി. നിലവിൽ 13,030 രൂപയാണ് 1 ഗ്രാമിന്റെ വില. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ സ്വർണം 1,00,000 എന്ന മാന്ത്രിക സംഖ്യ കടന്നിരുന്നു. എന്നാൽ 1,00,000-ലും ഒതുങ്ങാതെ വില കൂടുതൽ കുതിച്ചുയരുന്നതാണ് പുതുവർഷത്തിലും കണ്ടത്. നിലവിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ കാത്തിരുന്നവർ ശ്രമം ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. അന്താരാഷ്ട്ര തലത്തിൽ അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങൾ സ്വർണ്ണവിലയിൽ സ്വാധീനം ചെലുത്തിയതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഡോളർ രൂപ വിനിമയ നിരക്ക്, സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി രാഹുലാണ് അറസ്റ്റിലായത്. 10.246 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തു. വിൽപ്പനയ്ക്കായി എത്തിച്ച 10.246 ഗ്രാം MDMA-യുമായാണ് യുവാവ് അറസ്റ്റിലായത്. കരുനാഗപ്പള്ളി ആദിനാട് എരമത്ത് ലക്ഷം വീടുന്നതിയിൽ രാഹുലാണ് അറസ്റ്റിലായത്. കരുനാഗപ്പള്ളി പോലീസും ACP പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സബ് ഡിവിഷൻ ഡാൻസ് സംഘവും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കരുനാഗപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA-യാണ് പിടികൂടിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് എത്തിക്കുന്നതായി ഡാൻസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശബരിമലയിൽ കല്ലും നെല്ലും ഉടനെ തിരിഞ്ഞു വരുമെന്ന് വിശ്വാസമുണ്ടെന്ന് ദേവസ്വം ബോർഡ് അംഗം K. രാജു. ശബരിമല വിഷയത്തിൽ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. പൊതു താൽപര്യങ്ങൾക്ക് വിപരീതമായി തങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധമായ സംഭവങ്ങൾ ശബരിമലയിൽ ഉണ്ടാകില്ലെന്ന് ദേവസ്വം ബോർഡ് അംഗം K. രാജു. ശബരിമലയിൽ കൂടുതൽ പേർ അകത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും പോകും. കല്ലും നെല്ലും ഉടനെ തിരിഞ്ഞു വരുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. തിരിഞ്ഞു വരും, വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പൊതുവായ താല്പര്യമായിട്ടുള്ള നടപടികളൊന്നും ഞങ്ങളുടെ ഭാഗത്തല്ല ഇത് മാത്രം ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പേരിൽ പോയി ഈ എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിന് കൂട്ടായി ആലോചിക്കണം. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിനും ഈ കാര്യത്തിൽ ചില കാര്യങ്ങൾ പങ്കുവഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ശബരിമലയിൽ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മവാർഷിക അനുസ്മരണ സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദേവസ്വം ബോർഡ് അംഗം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെട്ടു. വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മയുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്രയാണ് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. രാജപ്രതിനിധി പുണർദം നാരായണവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഘോഷയാത്ര പുറപ്പെട്ടത്. ജനുവരി 14-നാണ് മകരജ്യോതിയും മകരസംക്രമ പൂജയും നടക്കുന്നത്. 26 പേരാണ് സംഘത്തിലുള്ളത്. ഘോഷയാത്ര 3-ാം നാൾ ശബരിമലയിലെത്തും. തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന അന്ന് വൈകിട്ട് 6:30 നടക്കും. ജനുവരി 18-ന് കൊട്ടാരമക കളഭാഭിഷേകവും 19-ന് ഗുരുതിയും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടക്കും. ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് 19-ന് രാത്രി വരെയാണ് ദർശനം ഉള്ളത്. ജനുവരി 20-ന് രാവിലെ 6 മണിയോടുകൂടി നടയടച്ച് തിരുവാഭരണവുമായി രാജപ്രതിനിധി പടിയിറങ്ങി മടക്കയാത്ര ആരംഭിക്കും. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ഭക്തിസാന്ദ്രമായിട്ട് ഈ തിരുവാഭരണം ഇവിടെ നിന്ന് ആചാരപരമായി ഘോഷയാത്രയായിട്ട് ശബരിമലയിലേക്ക് പോരുകയാണ്. ആചാരങ്ങളിൽ പറയുന്നത് പോലെ തന്നെ 12:50 കൃഷ്ണപ്പരപ്പിനെ കാണാനും സാധിച്ചു. ഇതൊന്നും യുക്തി കൊണ്ട് സമീപിക്കേണ്ട കാര്യങ്ങളല്ല. ഭക്തി എന്ന് പറയുന്നത് യുക്തിക്ക് അതീതമാണ്, അത് ഹൃദയത്തിന്റെ ഭാഷയാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന സഹസ്രങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങള് അയ്യപ്പന്റെ സ്മൃതി, അയ്യപ്പന്റെ സ്മരണ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഒരു ഓർമ്മയിൽ ഒഴുകി നിൽക്കുകയാണ്.
ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ 11 സ്ഥലങ്ങളിൽ ആഭരണപ്പെട്ടികൾ തുറന്ന് ദർശനമുണ്ടാകും. കുളനട ഭഗവതി ക്ഷേത്രം, ഉള്ളന്നൂർ ദേവി ക്ഷേത്രം, കുറിയാനപ്പള്ളി ദേവി ക്ഷേത്രം, പാമ്പാടിമൺ അയ്യപ്പ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രം, തിരുവാഭരണപ്പാറ ഇടക്കുളം അയ്യപ്പ ക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ദേവി ക്ഷേത്രം, പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം, കൊട്ടാരത്തിൽ രാജരാജേശ്വരി മണ്ഡപം, ലാഹ വനംവകുപ്പ് സത്രം എന്നിവിടങ്ങളിലാണ് ദർശനം. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്രയ്ക്ക് മണികണ്ഠനാൽത്തറ ക്ഷേത്രത്തിൽ ആദ്യ സ്വീകരണം നൽകി. തുടർന്ന് കൈപ്പുഴ ശ്രീകണ്ഠസ്വാമി ക്ഷേത്രം, കുളനട ഭഗവതി ക്ഷേത്രം, ഉള്ളന്നൂർ ഭദ്രാദേവി ക്ഷേത്രം, പറയങ്കര ഗുരുമന്ദിരം, കുറിയാനിപ്പള്ളി ദേവി ക്ഷേത്രം, കാവുമ്പടി ക്ഷേത്രം, കിടങ്ങന്നൂർ ജംഗ്ഷൻ, നാൽക്കാരിക്കൽ സ്കൂൾ ജംഗ്ഷൻ, ആറന്മുള കിഴക്കേനട, പൊന്നുംതോട്ടം ക്ഷേത്രം, പാമ്പാടിമണ്ണ്, ചെറുകോൽപ്പുഴ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. മകരവിളക്കിന് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം ഇന്ന് കൃത്യം 1 മണിക്ക് പന്തളം കൊട്ടാരത്തിൽ നിന്ന് എടുത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയതിനു ശേഷം ഇന്ന് ഇവിടെ നിന്ന് 1 മണിക്ക് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചു. തീർച്ചയായും പന്തളത്തിന്റെ പരിപാവനമായ ഈ സ്ഥലം അയ്യപ്പന്റെ മൂലസ്ഥാനമാണ്. അയ്യപ്പന്റെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നാണ് തിരുവാഭരണം എല്ലാ വർഷവും ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിലായിരുന്നു വിശ്രമം. ചൊവ്വാഴ്ച പുലർച്ചെ 2-ന് പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് മുക്കന്നൂർ, ഇടപ്പാവൂർ, പേരൂർച്ചാൽ, ആയിക്കപ്പാറ ഇടക്കുളം അയ്യപ്പ ക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ക്ഷേത്രം, പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം, മാടമൺ ഋഷികേശ ക്ഷേത്രം, പൂവത്തുംമൂട്, കൂടക്കാവ്, കൊട്ടാരത്തിൽ പെരുന്നാട് കക്കാട്ട് കോയിക്കൽ ക്ഷേത്രം, പെരുന്നാട് രാജേശ്വരി മണ്ഡപം, ലാഹ വനംവകുപ്പ് സത്രം എന്നിവിടങ്ങളിലെത്തും. ലാഹ വനംവകുപ്പ് സത്രത്തിലാണ് വിശ്രമം. പുലർച്ചെ 2-ന് ലാഹയിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടും. പ്ലാപ്പള്ളി, ഇലവുങ്കൽ, നിലക്കൽ ക്ഷേത്രം, അട്ടത്തോട്, കൊല്ലമൂഴി, ഒലിയമ്പുഴ, വലിയാനവട്ടം, ചെറിയാനവട്ടം, നീലിമല, ശബരിപീഠം, ശരംകുത്തി വഴി വൈകിട്ട് 6-ന് സന്നിധാനത്തിലെത്തും. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനും ശുചീകരണത്തിനുമായി സന്നിധാനത്ത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ കർശനമായ നിയന്ത്രണമുണ്ടാകും. 18-ാം പടിക്ക് മുകളിലുള്ള ഭാഗത്ത് 5000 പേരിൽ കൂടുതൽ പാടില്ല. മകരവിളക്കുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് എത്തിക്കേണ്ടുന്ന തിരുവാഭരണം ഇന്ന് പന്തളത്ത് നിന്ന് തലച്ചുവടായി ഭക്തന്മാർ ചുമന്നുകൊണ്ട് പോകുന്ന ആ തിരുവാഭരണം 14-ാം തീയതി വൈകിട്ട് ശബരിമലയിൽ എത്തിച്ചേരും. ശബരിമലയിൽ 14-ാം തീയതി എത്തിച്ചേരുന്ന തിരുവാഭരണം അവിടെ ചാർത്തി കഴിഞ്ഞ് 20-ാം തീയതിയോടുകൂടി ശബരിമല ഈ സീസണിലെ മണ്ഡലവിളക്കും അതുപോലെ തന്നെ മകരവിളക്കിന്റെയും പരിപാടികൾ എല്ലാം തന്നെ അവസാനിച്ച് 20-ാം തീയതിയോടുകൂടി നട അടയ്ക്കും. 13-നും 14-നും എരുമേലി വഴിയുള്ള കാനനപാതയിലൂടെ 1000 തീർത്ഥാടകരെയും സത്രം പുല്ലുമേട് വഴി 1500 പേരെയും മാത്രമേ അനുവദിക്കൂ. അപ്പാച്ചിമേട് ബെയിലി ബ്രിഡ്ജ് വനപാതയിലൂടെ ആരെയും പ്രവേശിപ്പിക്കില്ല. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള സംഘം ഇവിടെ സന്നിധാനത്തേക്ക് യാത്ര തിരിക്കും. വളരെ ആചാരപരമായ ചടങ്ങുകളോടുകൂടിയാണ് ഇവിടെ ഈ യാത്രയൊക്കെ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ഭക്തി നിർഭരമായ മുഹൂർത്തത്തിലൂടെയാണ് ഈ നിമിഷങ്ങൾ കടന്നുപോകുന്നത്. എല്ലാ ആശംസയും അർപ്പിക്കുന്നു. മകരവിളക്ക് ദർശിക്കാൻ പുല്ലുമേട്ടിൽ പാസുള്ള 5000 പേരിൽ കൂടുതൽ ഇല്ലെന്ന് ഉറപ്പാക്കണം. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ചടങ്ങിന് ചുമതലപ്പെട്ടവർ മാത്രമേ പാടുള്ളൂ. തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്കായി പമ്പ ഹിൽ ടോപ്പിൽ ആവശ്യമെങ്കിൽ പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മവാർഷികവും അനുസ്മരണ സമ്മേളനവും നടത്തി. കൊല്ലം പ്രസ് ക്ലബ് കോൺഫറൻസ് ഹാളിലായിരുന്നു അനുസ്മരണം. നവോത്ഥാന നായകനും രക്തസാക്ഷിയും 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കേരളത്തിലെ ഉച്ചനീചത്വങ്ങൾക്കും മനുഷ്യത്വരഹിത വ്യവസ്ഥകൾക്കുമെതിരെ പോരാടിയ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മവാർഷികമാണ് കൊല്ലത്ത് ആചരിച്ചത്. ആറാട്ടുപുഴ കല്ലിശ്ശേരി തറവാട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കൊല്ലം പ്രസ് ക്ലബിൽ മുൻ മന്ത്രിയും ദേവസ്വം ബോർഡ് അംഗവുമായ കെ രാജു അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. അരുവിപ്പുറത്ത് വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രതിഷ്ഠ നടത്തുന്നത് 1888-ലാണ്. 1888-ൽ അരുവിപ്പുറത്ത് നടത്തിയ ആ പ്രതിഷ്ഠയെ വിപ്ലവകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഈ നവോത്ഥാന ചരിത്രം നാം ആകെ പരിശോധിച്ചാൽ കേരളമൊട്ടാകെ വിലയിരുത്തുന്നത്. എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇവിടെ സ്വാഗത പാസിംഗിൽ പറഞ്ഞതുപോലെ 1850-ലോ അല്ലെങ്കിൽ 50-ന് ശേഷമോ ഒക്കെ തുടർച്ചയായിട്ടുള്ള 2-3 വർഷങ്ങളിലായി
ഈ പറയുന്ന പ്രദേശത്തും അതിന്റെ പരിസരത്തും ഒക്കെയായി പല ക്ഷേത്രങ്ങളും പല ശിവക്ഷേത്രങ്ങളും ശ്രീ വേലായുധ പണിക്കർ സ്ഥാപിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവന് മുമ്പ് സാമൂഹ്യ വ്യവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നേരിട്ട് അതിന്റെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ ആ കാലത്ത് നടന്നിരുന്നു എന്നാണ്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. സംരക്ഷണ സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് വിനയചന്ദ്രൻ, പനമ്പിൽ എസ് ജയകുമാർ, അശോകകുമാർ, ജർമ്മനി തങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചതായി DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ്. ചിലർ ജനപിന്തുണ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അതിനായി സോഷ്യൽ മീഡിയ വഴിയും ചാനലുകൾ വഴിയും സ്ഥാനാർത്ഥിയാകാനുള്ള താൽപര്യം പ്രകടിപ്പിക്കുന്നതായും രാജേന്ദ്ര പ്രസാദ്. തിരുമുക്ക് മുതൽ ഷീമാട്ടെ ജംഗ്ഷൻ വരെ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യം. ചാത്തന്നൂരിൽ പ്രതിഷേധ സംഗമം. സംയുക്ത സമരസമിതിയുടെ സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചായിരുന്നു പ്രതിഷേധ സംഗമം. MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി രാഹുലാണ് അറസ്റ്റിലായത്. 10.246 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഉയരങ്ങളിലേക്ക് കുതിച്ച് സ്വർണം. സർവകാല റെക്കോർഡിലേക്ക് പൊന്നുവില പവന് 1240 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 13,030 രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.